ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് അതിലെ വേറൊരു പോർഷനിലേക്ക് നമ്മൾ പോകുന്നത്. ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് രണ്ട് ആശയങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ഫൈനൽ ഗുഡ്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ് എന്നീ ആശയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിപ്രീസിയേഷൻ എന്നൊരു ആശയമാണ്. ഡിപ്രീസിയേഷൻ, തേയ്മാനം. എന്താണ് തേയ്മാനം? നമ്മൾ ഉൽപാദന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഏതൊരു സാധനവും നമ്മൾ മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് അത് ഉൽപാദന പ്രക്രിയ കഴിഞ്ഞാണ് മാർക്കറ്റിലെത്തുന്നത്. ഈ ഉൽപാദന പ്രക്രിയയ്ക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ക്യാപിറ്റൽ, യന്ത്രങ്ങൾ. ഉൽപാദന പ്രവർത്തനത്തിന് 4 ഉൽപാദന ഘടകങ്ങൾ വേണം, അതൊക്കെ നിങ്ങൾക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, യന്ത്രങ്ങളും ഉപകരണങ്ങളൊക്കെ. ഈ യന്ത്രങ്ങളും ഉപകരണങ്ങളും കലാകാലം ഉപയോഗിക്കുന്ന സമയത്ത് അതിന് അതിൻ്റെ മൂല്യശോഷണം സംഭവിക്കുക, അല്ലെങ്കിൽ അതിന് മൂല്യം കുറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യന്ത്രം 10 വർഷമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൻ്റെ വില 10,000 രൂപയാണെന്ന് ഇരിക്കാം. ഒരു യന്ത്രം 10 വർഷമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതിൻ്റെ വില 10,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും 1000 രൂപ വെച്ച് ആ യന്ത്രത്തിൻ്റെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ മൂലധന വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന മൂല്യശോഷണവും കാലപ്പഴക്കവും അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്നറിയപ്പെടുന്നത്. ഡിപ്രീസിയേഷൻ മീൻസ് ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ്. ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ഡ്യൂ ടു നോർമൽ വെയർ ആൻഡ് ടെയർ is known as depreciation in economics. കാലപ്പഴക്കം സംഭവിക്കുക, മൂലധന വസ്തുക്കൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കാലപ്പഴക്കവും തേയ്മാനത്തെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ പ്രോസസ്. ഉൽപാദന പ്രക്രിയ നടക്കുന്ന സമയത്ത് മൂലധന വസ്തുക്കൾക്കും യന്ത്രങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന കാലപ്പഴക്കവും മൂല്യശോഷണത്തെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതാണ് ഒരാശയം, ഡിപ്രീസിയേഷൻ എന്നുള്ള ഒരാശയം. ഇനി അടുത്തത് നമുക്കുള്ള ഒരു ആശയമാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററി, എക്കണോമിക്സിൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, ഒരു വർഷം അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉൽപ്പാദനം കഴിഞ്ഞ് വിറ്റഴിയാതെ ബാലൻസ് ഉണ്ടെങ്കിൽ അതാണ് സ്റ്റോക്ക്, ഇൻവെന്ററി എന്ന് എക്കണോമിക്സിൽ പറയുന്നത്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻ എക്കണോമിക്സ്, ഇൻവെന്ററി മീൻസ് ദി സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, semi-finished goods and unsold finished goods which a firm carries from one year to the next is called inventory. ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിയാതെ ബാക്കിയുണ്ടെങ്കിൽ അതിനെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് റോ മെറ്റീരിയൽസ്, ഇതിൻ്റെയൊക്കെ ശേഖരത്തെയാണ്. ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാതെ ബാക്കിയുണ്ടെങ്കിൽ അതാണ് ഇൻവെന്ററി എന്ന് എക്കണോമിക്സ് പറയുന്നത്. സ്റ്റോക്ക് വേരിയബിളാണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് വിച്ച് എ ഫേം carries 1 year to the next is called inventory. ശേഖരം എന്നാണ്, ഉൽപ്പന്നങ്ങളുടെ ശേഖരം. ഇപ്പോൾ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം ഉപയോഗിക്കാതെ ബാക്കിയുണ്ടെങ്കിൽ, ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ ബാക്കിയുണ്ടെങ്കിൽ അത് സ്റ്റോക്കായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഇനി അടുത്തൊരാശയമാണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി. ഇൻവെന്ററിയിൽ ഉണ്ടാകുന്ന മാറ്റം. എന്താണ് ഇൻവെന്ററിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്? അതൊരു കാലയളവിൽ നമ്മൾ കണക്കാക്കും. ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ ഒരു കാലയളവിലാണ് കണക്കാക്കുന്നത്, ഒരു സാമ്പത്തിക വർഷ കാലയളവിലാണ്. അപ്പോൾ ഇതൊരു ഫ്ലോ ആശയമാണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്, ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോ ആശയമാണ്. ഒരു കാലയളവിൽ, ഒരു വർഷ കാലയളവിൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഒരു വർഷ കാലയളവിൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. നേരെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, പ്രൊഡക്ഷൻ ബൈ എ ഫേം ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ മൈനസ് സെയിൽ ബൈ ദ ഫേം ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഒരു ഫേം ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചതിൽ നിന്ന് വിൽപ്പന കുറച്ചാൽ കിട്ടുന്ന ബാക്കിയുള്ളതാണ് നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെന്ററി. ആ വർഷത്തെ ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുന്നത്.
ഇൻവെൻട്രിയിലെ മാറ്റം. ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ബൈ എ ഫേം ഇൻ എൻ ഇയർ in an accounting year minus sale by the firm in an accounting year. പ്രൊഡക്ഷൻ മൈനസ് സെയിൽസ്, അതിനാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇനി വേറൊരു സമവാക്യം, ഇൻവെൻട്രി എന്താണെന്ന് വേറൊരു സമവാക്യം പറയുകയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് മീൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്സ്. അപ്പോൾ എന്താണ് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക്? ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ തുടക്കത്തിലുള്ള സ്റ്റോക്ക്. ഒരു വർഷം ഒരു ഫേമിൽ, ഒരു രാജ്യത്തിൽ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റോക്ക്. അതായത് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഉൽപ്പാദനം, ഇപ്പോൾ ബാഗിൻ്റെ ഉൽപ്പാദനം, ഒരു ഫേമിൻ്റെ ബാഗിൻ്റെ ഉൽപ്പാദനം സങ്കല്പിക്കുക. അങ്ങനെ വർഷത്തിൽ തുടക്കത്തിൽ എത്ര ബാഗുകൾ? 1000 ബാഗുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് ഉള്ള സ്റ്റോക്ക്, അതാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വർഷത്തിൻ്റെ അവസാനമുള്ള സ്റ്റോക്കാണ്. വർഷത്തിൻ്റെ അവസാനമുള്ള സ്റ്റോക്ക്. ഇപ്പോൾ ഒരു ബാഗ് കമ്പനി വർഷത്തിൻ്റെ തുടക്കത്തിൽ 1000 ബാഗ് ഉണ്ട്, വർഷത്തിൻ്റെ അവസാനം 2000 ബാഗ് ഉണ്ട്. അപ്പോൾ എത്രയാണ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്? ഒരു വർഷത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 1000 എന്നുള്ളത് 2000 ആയി. അപ്പോൾ എത്രയാണ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്? 1000 ആണ് ചേഞ്ച് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമവാക്യം നമുക്ക് ഈ ചേഞ്ചിങ് ഇൻവെൻട്രി അതിന് കൊടുക്കാം. എന്താണ്? മീൻസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതിന് ഉദാഹരണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഫേം ഒരു വർഷത്തിൻ്റെ അവസാനം 200 സ്റ്റോക്ക് ഉണ്ട് വിചാരിക്കുക. വർഷത്തിൻ്റെ തുടക്കത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 0 സങ്കല്പിക്കുക. ഒരു ഫേമിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 0 സങ്കല്പിക്കുക. വർഷം ക്ലോസിംഗ് അവസാനം 200 ഉണ്ട്. അപ്പം ചേഞ്ചിങ് ഇൻവെൻട്രി എത്രയാണ്? 200. ഇനി വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഒരു ഫേമിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് തുടക്കത്തിൽ, വർഷത്തിൻ്റെ തുടക്കത്തിൽ 200 ഉണ്ടെന്ന് സങ്കല്പിക്കുക. അത് ക്ലോസിംഗ് സ്റ്റോക്ക് അവസാനിക്കുമ്പോൾ, ആ വർഷം അവസാനിക്കുമ്പോൾ 400 ആയി. അപ്പം ചേഞ്ച് ഇൻ സ്റ്റോക്ക് എത്രയാണ്? ഈ 400 200 വ്യത്യാസം 200 ആണ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. അപ്പോൾ ഒരു വർഷത്തിലുണ്ടാകുന്ന സ്റ്റോക്കിലെ വ്യത്യാസം എന്നാണ്. അതാണ് ചേഞ്ച് ഇൻ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ സ്റ്റോക്ക് കൂടുകയും ചെയ്യാം അല്ലെങ്കിൽ കുറയുകയും ചെയ്യാം. വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനേക്കാൾ കൂടുതലാണ് വർഷ അവസാന സ്റ്റോക്കെങ്കിൽ അത് ഇൻക്രീസിങ് സ്റ്റോക്ക് എന്ന് പറയാം. സ്റ്റോക്ക് വർദ്ധിക്കുക. വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനേക്കാൾ കൂടുതലാണ് വർഷത്തിൻ്റെ അവസാനത്തെങ്കിൽ അത് ഇൻക്രീസിങ് സ്റ്റോക്ക് ഓർ അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയാം. ഇൻക്രീസിന് അക്യുമുലേഷൻ എന്ന് പറയും. അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ്. ഇപ്പോൾ വർഷത്തിലെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനേക്കാൾ കൂടുതലാണ് വർഷത്തിൻ്റെ അവസാനം ഉള്ളെങ്കിൽ അത് ഇൻക്രീസ് ഇൻ ഇൻവെൻട്രീസ് ഓർ അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയും. ഇനി വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള ഇൻവെൻട്രിനേക്കാൾ കൂടുതലാണ് വർഷത്തിൻ്റെ അവസാനം, കുറവാണ് വർഷത്തിൻ്റെ അവസാനമെങ്കിൽ അത് ഡിക്രീസ് ആണ്, സ്റ്റോക്ക് കുറയാണ്. ഇപ്പോൾ വർഷത്തെ തുടക്കത്തിൽ ഒരു 100 അല്ലെങ്കിൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു 200 സ്റ്റോക്ക് ഉണ്ടെന്ന് വരിക. വർഷം അവസാനം 100 ആയി കുറഞ്ഞു. അപ്പോൾ അവിടെ സ്റ്റോക്ക് കുറയാണ് ചെയ്തത്. ഡിക്രീസ് ഇൻ ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയും. ഡിക്രീസ് ഇൻ ഇൻവെൻട്രീസ്. അപ്പോൾ സ്റ്റോക്ക് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യാം. സ്റ്റോക്കുകൾ വർദ്ധിക്കുന്നത് അറിയപ്പെടുന്നത് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്നാണ്. സ്റ്റോക്കുകൾ കുറയുന്നതിന് പറയുന്നത് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്നാണ് പറയുന്നത്. ചില ഫേമുകളൊക്കെ ചിലപ്പം പ്ലാൻ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചില ഫേമുകൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് സ്റ്റോക്ക് വർദ്ധിപ്പിക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് വർദ്ധിപ്പിക്കാം. അതിന് എന്താ പറയുക? പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയും. ഒരു ഫേം പ്ലാൻ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയും. ഇനി ഓട്ടോമാറ്റിക്കായി പ്ലാൻ ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണെങ്കിൽ അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു വർഷത്തിൽ ഉൽപ്പാദനം കഴിഞ്ഞ് വിൽപ്പന നടന്നില്ലെങ്കിൽ, എന്തെങ്കിലും കാരണത്താൽ വിൽപ്പന കുറയുകയാണെങ്കിൽ അത് സ്റ്റോക്ക് വർദ്ധിപ്പിക്കും. അത് അൺപ്ലാൻഡ് ആണ്, അപ്രതീക്ഷിതമായിട്ടാണ്. അൺഎക്സ്പെക്റ്റഡ് ഇൻക്രീസ് ഇൻ ദി സ്റ്റോക്ക്. അതിനാണ് അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെൻറ്ററീസ് കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻവെൻറ്ററി കൂടുകയാണെങ്കിൽ അതിനെ അക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻവെൻറ്ററീസ് കുറയുകയാണെങ്കിൽ അതിനെ ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എന്നാണ് അറിയപ്പെടുന്നത്. അതെന്താണ്? പ്ലാൻ ചെയ്തുകൊണ്ട് ചിലപ്പം കൂട്ടുകയും കുറയുകയും ചെയ്യാം. പ്ലാൻ ചെയ്യാതെ അൺപ്ലാൻഡ്, പ്ലാൻ ചെയ്യാതെയും കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടാവാം. ഇനി ഒരു ഫേം പ്ലാൻ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനെ പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് പറയും. ഈ ഫേം പ്ലാൻ ചെയ്ത് കുറയ്ക്കുകയാണെങ്കിൽ പ്ലാൻഡ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് പറയും.
ഇനി പ്ലാൻ ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും യാദൃച്ഛിക സംഭവത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററീസ്. പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യാതെ സ്റ്റോക്ക് വർദ്ധിക്കുകയാണെങ്കിൽ അതിനെ അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററീസ് എന്ന് പറയും. ഇനി പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്യാതെ സ്റ്റോക്ക് കുറയുകയാണെങ്കിൽ അതിനെ അൺപ്ലാൻഡ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററീസ് എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ആശയങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഒന്ന് ഡിപ്രീസിയേഷൻ എന്നുള്ള ആശയമാണ്. ഡിപ്രീസിയേഷൻ മൂലധന വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന മൂല്യശോഷണം, കാലപ്പഴക്കം, അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ലോസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ഡ്യൂ ടു നോർമൽ വെയർ ആൻഡ് ടയർ ഈസ് നോൺ ആസ് ഡിപ്രീസിയേഷൻ. ദെൻ ഇൻവെന്ററി എന്നുള്ള ഒരാശയമാണ്. ഇൻവെന്ററി സ്റ്റോക്കാണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. ഒരു വർഷം ഉത്പാദിപ്പിച്ചത് വിറ്റഴിയാതെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കാണ് നമ്മൾ ഇൻവെന്ററീസ് എന്ന് എക്കണോമിക്സ് പറയുന്നത്. അപ്പോൾ ഇൻവെന്ററീസിൻ്റെ ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഒരു വർഷ കാലയളവിലുള്ള മാറ്റം കാണിക്കുന്നതാണ്. സ്റ്റോക്കിൽ ഒരു വർഷ കാലയളവിൽ ഉണ്ടാകുന്ന മാറ്റം കാണിക്കുന്നതാണ് ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് ഒരു അക്കൗണ്ടിങ് ഇയറിൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാണിക്കുന്നതാണ്. അത് കാണാൻ വേണ്ടി എന്താണ് ഫോർമുല? പ്രൊഡക്ഷൻ ബൈ എ ഫേം ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ മൈനസ് സെയിൽ ബൈ ദ ഫേം ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. ഈ വേറെ രൂപത്തിൽ പറയുന്നത് എന്താണ് ഇതിൻ്റെ സമവാക്യം? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. എന്താ വ്യത്യാസം? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷ അവസാനത്തിലുള്ള സ്റ്റോക്ക്, ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിലുള്ള സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോക്ക്. അത് തമ്മിലുള്ള വ്യത്യാസമാണ്. ചേഞ്ച് ഇൻ ഇൻവെന്ററി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ചേഞ്ച് ഇൻ സ്റ്റോക്ക് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതാണ് വർഷാവസാനത്തിൽ. ഇത്രയാണ് ഈ രണ്ടാശയങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. താങ്ക് യു.